നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലത്ത് വൻ ലഹരിവേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22.48 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. അയത്തിൽ സ്വദേശികളാണ് അറസ്റ്റിലായത്. CPIM-നെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ ഉപയോഗിച്ചാണ് CPIM അംഗത്വം വലുതാക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് ഉണ്ടാവുകയെന്നും നേതൃത്വം ഉൾപ്പെടെ ഇത്തരത്തിലുള്ളവരാണെന്നും ജി സുധാകരൻ. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. 12 വരെയാണ് ഫെസ്റ്റ്. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും കഥകളിയും. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് വൻ ലഹരിവേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22.48 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഗ്രാമിന് 6000 മുതൽ 7000 രൂപ വരെയാണ് വാങ്ങിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അയത്തിൽ സ്വദേശികളാണ് അറസ്റ്റിലായത്. വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 22.48 ഗ്രാം MDMA ആണ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. അയത്തിൽ 2-ാം നമ്പർ ജംഗ്ഷനിൽ കട്ടവിളപ്പള്ളിക്ക് സമീപം നാജിത്ത് മൻസിലിൽ 24-കാരനായ നബീൻ, ഇയാളുടെ സുഹൃത്ത് അയത്തിൽ അജ്മൽ മൻസിലിൽ 24-കാരനായ മുഹമ്മദ് അലി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നബീന്റെ വീട്ടിൽ നിന്നുമാണ് 22.48 ഗ്രാം MDMA പിടിച്ചെടുത്തത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായാണ് ഇവർ MDMA വാങ്ങി സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. 1 ഗ്രാമിന് 6000 മുതൽ 7000 രൂപ വരെ നിരക്കിലായിരുന്നു വിൽപ്പന. ബ്രൗൺ, വെള്ള നിറങ്ങളിലുള്ള MDMA ആണ് കണ്ടെടുത്തത്. ഇതിൽ ബ്രൗൺ കളർ MDMAക്കാണ് വില കൂടുതലെന്നും പോലീസ് വ്യക്തമാക്കി. ഇത് തൂക്കി നൽകാനുള്ള ഡിജിറ്റൽ ത്രാസ് ഉൾപ്പെടെ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വീടിനുള്ളിൽ നബീന്റെ മുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു MDMA. ഇവർ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഡാൻസ് ഓഫ് സംഘം വീട് വളഞ്ഞ് പരിശോധന നടത്തിയത്. ആദ്യമായാണ് ഇവർ പിടിയിലായത്. കൊല്ലത്തുള്ള ഒരാളുടെ കയ്യിൽ നിന്നുമാണ് ഇവർ മയക്കുമരുന്ന് വാങ്ങിയതെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഡാൻസ് ഓഫ് SI ഗോപകുമാർ, സായി സേനൻ, ബൈജു ജെറോം, ഹരിലാൽ, SI സുനിൽകുമാർ, സീനു, CPOമാരായ അനുവാർ നാഥ്, റോയി അനൂപ് എന്നിവരടങ്ങുന്ന സംഘമാണ് MDMA പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ ഉപയോഗിച്ചാണ് CPIM അംഗത്വം വലുതാക്കുന്നതെന്ന് ജി സുധാകരൻ MLA. 10 വർഷം കഴിയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് ഉണ്ടാവുകയെന്നും നേതൃത്വം ഉൾപ്പെടെ ഇത്തരത്തിലുള്ളവരാണെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി. MCPIU നേതാവായിരുന്ന N പരമേശ്വരൻ പോറ്റിയ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPIM അംഗത്വം വലുതാക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലുകളെ ഉപയോഗിച്ചാണെന്ന ഗുരുതരമായ ആരോപണവുമായി ജി സുധാകരൻ MLA. കരുനാഗപ്പള്ളിയിൽ MCPIU പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന N പരമേശ്വരൻ പോറ്റിയ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷം കഴിയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ പൊളിറ്റിക്കൽ ക്രിമിനലുകളായിരിക്കും ഉണ്ടാവുക. നേതൃത്വം ഉൾപ്പെടെ ഇത്തരത്തിലുള്ളവരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എത്രയോ ഭേദമാണ് പ്രവർത്തനം, എത്രയോ ഭേദമാണ്. ഒരുപാട് പോരായ്മയും കാണും, പക്ഷെ എത്രയോ ഭേദം മാത്രം താഴെ പോയി. ഇപ്പൊ സ്കൂട്ടണി പൂർത്തിയായി. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ 10, 15, 16, 20 ഒക്കെ ബ്രാഞ്ച് കണ്ടേക്കാം. അത് കൂടുതലുള്ളത് കാണാൻ ഇപ്പം കുറവുണ്ട്. ആവറേജ് 20 ബ്രാഞ്ച് എടുത്താൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ മിനിമം 30 പേര് മെമ്പർഷിപ്പ് കൊടുക്കില്ലെങ്കിൽ, ലോക്കൽ കമ്മിറ്റിയിലെ 20 ബ്രാഞ്ചിൽ പോലും 30 പേര് 30 അല്ല കൊടുക്കില്ലെങ്കിൽ സ്വയം കൊടുക്കാതിരിക്കും. ഇയാൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കുറെ പേര് ഗ്രൂപ്പുകളിൽ കുറെ പേര് വെട്ടിക്കളയും. അപൂർവം ചിലരൊക്കെ നടപടി എടുത്തുകളയും. ഇതെല്ലാം കൂടെ 30 പേരുണ്ടെങ്കിൽ 3000-ലേറെ ബ്രാഞ്ചുണ്ട് കേരള സംസ്ഥാനത്ത്. 90,000 പേരാണ് ഈ വർഷം മെമ്പർഷിപ്പ് ഉപയോഗിക്കുന്നത്. അത് സ്വമനസ്ഥാനെ പോയവരാണ് 70,000 പേര്. അവരൊക്കെ ഒഴിയുകയാണ്. ഞങ്ങൾ വരുന്നത് എന്നെ കൊടുക്കുന്നില്ല, ഒഴിവാക്കപ്പെട്ടവരുമല്ല, ഇവരെ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് നടപടി എടുത്തവരുമല്ല. അതെല്ലാം കൂടെ 10-20,000 പേരേ ഉള്ളൂ. സ്വയം പോയിരിക്കുന്നു. അങ്ങനെ ഒരു 10 വർഷമാകുമ്പോൾ എത്രയാ? 9 ലക്ഷം പാർട്ടിയും വന്നിട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ മെമ്പർഷിപ്പ് 500 കോടി 2000 കോടി എന്നൊക്കെ പറഞ്ഞാൽ ആ ഗ്യാപ്പ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ ക്രിമിനലുകളെ വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. ബ്രാഞ്ചുകളിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലാണ് N പരമേശ്വരൻ പറ്റിയ അനുസ്മരണം സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർമാൻ N ശശിധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കൺവീനർ J ഡെന്നീസ് സ്വാഗതം പറഞ്ഞു. CR മഹേഷ് MLA, KP വിശ്വവത്സരൻ, M ശ്രീകുമാർ, ET ശശി, T വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
കരവാളൂർ ആശ്രയ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം വേഗം പൂർത്തീകരിക്കാൻ തീരുമാനം. ഇതിനായി പൊതുയോഗം ചേർന്നു. 10 ലക്ഷം രൂപയാണ് നിർമ്മാണ പൂർത്തീകരണത്തിനായി കണക്കാക്കുന്നത്. നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന കരവാളൂർ ആശ്രയ കേന്ദ്രം നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനം. കരവാളൂരിൽ നിർമ്മാണം ആരംഭിച്ച ആശ്രയഭവന്റെ 60% പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് നിർമ്മാണ പ്രവർത്തനം നിലച്ചത്. 10 ലക്ഷം രൂപ കണ്ടെത്തിയാൽ ആശ്രയ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് IMA ഭവനിൽ ചേർന്ന പൊതുയോഗം ചൂണ്ടിക്കാട്ടി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുയോഗം ചേർന്നത്. കലയപുരം ജോസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അടിനില പണി പൂർത്തിയായതാണ്. അതിന്റെ മുകളിലത്തെ നില പില്ലറെ വാർപ്പ് നിർത്തിയിരിക്കുന്നു. ഭിത്തി കെട്ടുമ്പോൾ വെക്കാനുള്ള ജനലെല്ലാം പണിത് വെച്ചിരിക്കുന്നു. ഭിത്തി കെട്ടാൻ ഒരു 2000 സിമെന്റ് കട്ടയും അതിന്റെ മണലും അതിന്റെ സിമെന്റും ഇത്രേ വേണ്ടതുള്ളൂ. വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അത് നടക്കും. യാതൊരു തത്വമില്ല. അവിടുത്തെ കരവാളൂരിലെ മുൻ മെമ്പർ ജോസഫ് മാത്യു സാറ് മത്തച്ഛൻ മെമ്പർ എന്ന് പറയും. അദ്ദേഹം 200 കട്ട അദ്ദേഹം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർ വിചാരിച്ചാൽ ബാക്കിയുള്ള കട്ട ഇന്ന് തന്നെ വിളിച്ച് ഓഫർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവര് അത്തരത്തിൽ നിങ്ങളെ വിളിച്ചു വരുത്തിയതിൽ ഒരു ടാക്സിങ് അല്ല, ഒരു ചുങ്കം പിരിക്കാൻ ആളുകളെ വിളിച്ചു വരുത്തി, നിങ്ങൾ പിഴ ചുമത്താൻ വിളിച്ചു വരുത്തിയെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് 100 രൂപ കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ ചോദിക്കാൻ ധൈര്യം ഞങ്ങൾ കൊടുത്തതാണ്, നിങ്ങൾ ചെയ്യും. നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ സുബ്രഹ്മണ്യം, P. അശോക് കുമാർ, ദിദീപ് റിച്ചാർഡ്, PT സുനിൽകുമാർ, മൊയ്തു അഞ്ചൽ, ആനന്ദി, ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. 12 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ ഉൾപ്പെടെ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിനാണ് ക്ഷേത്രാങ്കണത്തിൽ തുടക്കം കുറിച്ചത്. നടനും സംവിധായകനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് ക്ലാസിക്കൽ കലകളെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള വേദിയാണ് മണ്ണൂർക്കാവെന്നും സാംസ്കാരിക പ്രവർത്തനത്തെ ആരാധനയുടെ ഭാഗമാക്കി മാറ്റിയ ക്ഷേത്രമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘടനകളുമായിട്ടൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആരംഭശൂന്യത തുടക്കത്തിൽ വലിയ തോതിൽ നടത്തിയെടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് മണ്ണ് മറിഞ്ഞ് അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ ആളില്ലാതാവുമ്പോൾ അത് പൊതുവെ പിന്നിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ അത് ചെയ്യരുത് എന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നതിന് കാരണം ഈ ഒരു കലാരൂപം നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്, കലാകാരന്മാരുടെ ആവശ്യമാണ് എന്നുള്ള ബോധം. കലാമണ്ഡലം സജീവമായിട്ട് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇടപെട്ടപ്പോഴൊക്കെ കലാമണ്ഡലത്തിന്റെ ഈ കലാരൂപം കഥകളി എന്ന കലാരൂപത്തെ എത്രത്തോളം വലിയ തോതിലാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ കണ്ടിട്ട് ആ ഗുരുമുഖത്തു നിന്ന് പഠിച്ചെടുക്കാൻ ഇവിടെയുള്ള കുട്ടികൾക്ക് കഴിയുന്നത് തീർച്ചയായിട്ടും അതൊരു നിസ്സാരമായ കാര്യമല്ല എന്നതും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടും ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് മനസ്സുകൾ സജീവമായിട്ട് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കും കലാപ്രതിഭകൾക്കുമുള്ള അവാർഡ് ദാനം ഉല്ലാസ് കോവൂർ MLA നിർവഹിച്ചു. പോലെയുള്ള സ്ഥലങ്ങൾ ഒഴിച്ചാൽ ഏറ്റവും ഗൗരവപൂർണമായി ജാഗ്രതയോടെ അന്യം നിന്ന് പോകുന്ന ഒട്ടേറെ കലാരൂപങ്ങളിൽ ഒന്നിനെ ഒരു നേർച്ച വഴിപാടാക്കി ഒരു അനുഷ്ഠാനം അനുഷ്ഠിക്കും പോലെ എല്ലാ വർഷവും കഥകളി അവതരിപ്പിക്കുക മാത്രമല്ല, മറിച്ച് അനുബന്ധമായി പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുക, ചർച്ചകൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, വിവിധ സമ്മേളനങ്ങൾ, കഥകളി ചമയങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങി നമ്മുടെ നാട്ടിലെ കലാപ്രതിഭകളെയെല്ലാം ഈ പ്രമുഖമായ വേദിയിലേക്ക് കൊണ്ടുവന്ന് ആദരിക്കുകയും CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. അത് മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കാലഹരണപ്പെട്ടു പോകുന്നു എന്ന ഭയമുള്ള, മൺമറഞ്ഞു പോകും എന്ന് കരുതുന്ന ഒരു കലയെ വിശ്വാസത്തിലുള്ള വീണ്ടെടുക്കുക. കഥകളി വഴിപാടായി നടത്തിയാൽ നിങ്ങളുടെ അസുഖം മാറും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ നടത്താൻ നിർബന്ധിതരാണ്. ജോലി കിട്ടാത്ത ചെറുപ്പക്കാർ കഥകളി മണ്ണൂർക്കാവ് മുമ്പിൽ നേർച്ചയായി നടത്തിയാൽ അതിന് മുമ്പ് എഴുതിയ ടെസ്റ്റുകളെല്ലാം പരാജയപ്പെടുകയും
കഥകളി നടത്തിയതിന് ശേഷം പെട്ടെന്ന് ഒരു പോസ്റ്റ്മോർട്ടം കൊണ്ടുവന്ന് അഡ്വൈസുമോ തരികയും ചെയ്യുമ്പോൾ അതാണ് വിശ്വാസം. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, രാജീവ് പ്രസാദ്, S അജയൻ, ക്ഷേത്ര സെക്രട്ടറി സുരേഷ് ചാമവിള, വൈ ഷാജഹാൻ, പ്രസാദ് മണ്ണൂർക്കാവ, സന്ധ്യ മധു, MSML, കലാമണ്ഡലം പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ കഥകളി ചരിത്ര വഴികളിലൂടെ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. മണ്ണൂർക്കാവ് കഥകളി പഠന കേന്ദ്രം മേള വിഭാഗത്തിന്റെ അരങ്ങേറ്റവും നളചരിതം 1-ാം ദിവസം കഥകളിയും അരങ്ങേറി. കഥകളി ഫെസ്റ്റ് ഈ മാസം 12-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ അച്ചൻകോവിലിലെ ആദിവാസി ഊരുകൾ. കുടിവെള്ളവും വെളിച്ചവും ഇല്ലാതെയാണ് ഊരുകളിലുള്ളവർ കഴിയുന്നത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ് ഇവിടെയുള്ളവർ. അപ്പൊ എന്നെ കൊന്ന പിന്നെ അവരെന്തെങ്കിലും ചെയ്തു തരത്തുള്ളൂ. അതേ ഞാൻ പറയത്തുള്ളൂ, വേറെ ഒന്നും പറയാനില്ല എനിക്ക്. നോക്കത്തും കേൾക്കത്തും അങ്ങനെയുള്ള ഇതേ ആയില്ല. എനിക്ക് പറയുമ്പോ തന്നെ വിഷമം വരും. എന്തേലും സംസാരിച്ച് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അത് ഡോക്ടറും പറയും, പരിശോധിച്ച് നോക്കിയിട്ടാ പറയും. നാട്ടെ വെള്ളത്തിന് പോകുന്ന തോട്ടില്ല, പൈപ്പ് ഇത് അടച്ചിട്ടോണ്ട് ഭയങ്കര പാടാ. അങ്ങനെ പൈസ ഇല്ലാത്തോണ്ട് പൈപ്പ് അടയ്ക്കുന്നില്ല. പൈസ കൊടുത്താലേ അവര് പൈപ്പ് തുറന്നു തരും. അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ കുടുംബങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. കുടിവെള്ളമില്ലാതെയും തലചായ്ക്കാൻ സുരക്ഷിതമായ ഇടമില്ലാതെയും കാട്ടുമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലുമാണ് ഇവിടുത്തെ മനുഷ്യർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഊരുകളിലെ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. മിക്ക വീടുകളിലെയും വാട്ടർ ടാപ്പുകൾ ഉദ്യോഗസ്ഥർ ഊരിക്കൊണ്ടുപോയി. കഴിഞ്ഞ 1 വർഷമായി 5 അംഗ കുടുംബങ്ങൾ വരെ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി കിലോമീറ്ററുകൾ അകലെയുള്ള തോട്ടിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കടുത്ത വേനലിലും മഴക്കാലത്തും തോട്ടിൽ പോയി വെള്ളം ചുമക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. പൈപ്പ് മോട്ടർ ഓണാക്കാൻ ആൾക്ക് പൈസ കൊടുക്കണം, മാസം പൈസ കൊടുക്കണം ഉള്ളത് കൊണ്ടാണ് അവർ വന്ന് പൈപ്പ് കട്ടാക്കിയിട്ടത്. പൈപ്പ് കട്ടാക്കിയിട്ടതിന് പിന്നീട് ഞാൻ ഇപ്പം തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഒരു കലത്തിനകത്താണ് ഞാൻ വെള്ളം കൊണ്ടുവന്ന് പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്, കുളിക്കുന്നതും എല്ലാം. വീട് വരെ കഴുകണമെങ്കിൽ അവിടെ നിന്ന് കോരിക്കൊണ്ട് ചുമന്നു കൊണ്ടുവേണം വീട് കഴുകി ഇറക്കാനും തൂത്തുവാരി ഇടാനും എല്ലാം തോട്ടിലെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നതും. ഞങ്ങൾക്ക് ഇവിടെ പൊതുവെ കുടിക്കാൻ വെള്ളമില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും കുളിക്കാനോ കുടിക്കാനോ പട്ടിണിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. വെള്ളമില്ല, ഒരു തുണി കഴുകാനോ ഒന്നും, ഒരു ബാത്റൂമിൽ പോലും പോകാൻ വെള്ളമില്ല. അത് തോട്ടിൽ ആളഞ്ചോണിയിലോ അച്ചൻകോലാറ്റിലോ പോയി തുണി കഴുകിക്കൊണ്ട് വരും. അത് ആണുങ്ങളില്ലാതെ പോകാനും പേടിയാണ്. രാവിലെ ആന കിടന്ന് വിളിക്കുന്നു. എല്ലാം ബുദ്ധിമുട്ടാണ്. കാര്യം ഡെയിലി സ്കൂളിൽ പോയില്ലെങ്കിൽ അതിനും വരാതെ അവരുടെ അടുത്ത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. തിരുവനന്തപുരത്ത് ആശുപത്രി പോയിട്ട് ഗുളികമായിട്ടുണ്ടെന്നോ കഴിച്ചോണ്ടിരിക്കുക. ഇവിടുത്തെ അറിയാം. ഇപ്പോഴത്തെ മെമ്പർ പറഞ്ഞത് ടാങ്ക് കൊണ്ടുവയ്ക്കാം, വെള്ളം അടിക്കാം എന്നൊക്കെ പറഞ്ഞതാണ്. ഒന്നും ഒരു ഇതുമില്ല. കാര്യം നമ്മൾ ബുദ്ധിമുട്ടായിട്ട് വോട്ടിന് വേണ്ടി കിണർ കുടിച്ചു തരാൻ പറഞ്ഞാൽ കിണറും കുടിച്ചു തരത്തില്ല. ഈ ഭാഗത്ത് ഒരു കിണറുണ്ടെങ്കിൽ കിണറുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെങ്കിലും നമുക്ക് വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിക്കേണ്ട തുക സമയബന്ധിതമായി ലഭിക്കുന്നില്ല. വീടുകൾ പൂർണ്ണമായും ചോർന്നൊലിക്കുന്നു. മഴ പെയ്താൽ വീടിനുള്ളിൽ പോലും കിടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ 10 വർഷമായി ഞാനിപ്പോൾ കോളനിയിൽ ജീവിക്കുന്നത്. ഈ 10 വർഷത്തിന് മുന്നേ എന്നോട് കെട്ടിക്കൊണ്ടുവന്നതാ. എനിക്ക് 2 കുട്ടികളുണ്ട്. 10 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു. ഇതുവരെയായിട്ട് എനിക്കൊരു ആധാറോ ഐഡന്റിറ്റി കാർഡോ വീടോ റേഷൻ കാർഡോ ഇതുവരെ എനിക്ക് ആലോചിച്ചില്ല. ഞാൻ ഇത്ര വർഷമായിട്ട് താമസിക്കുന്നത് ഈ ഷെഡിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും താമസിക്കുന്ന ഈ വീട്ടിലാണ്. ഈ ഷെഡ് മാത്രമേ ഉള്ളൂ. ഈ ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇത്ര വർഷമായിട്ട്. ഈ 10 വർഷമായിട്ട് ഇതുവരെ ഒരു വീടോ വീടിൻ്റെ ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആധാറില്ല, റേഷൻ കാർഡില്ല, ഐഡന്റിറ്റി കാർഡില്ല. ഒരു വക എനിക്ക് ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് ഒരു സഹായം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. മഴ പെയ്താലും ഷെഡ് ഫുള്ള് നനയുക. ഈ നനയുന്ന ഷെഡിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഹാരം വെച്ച് കഴിക്കുന്നതായാലും എന്തായാലും ഞാൻ ഈ ഷെഡിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈവറിൻ്റെ ഇതിലാണ് വീട് കിട്ടിയത്. അതിനുശേഷം പിന്നെ മെയിൻ്റനൻസ് ലൈഫ് പദ്ധതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ വന്ന് ചെയ്തതാണ്. തറയും ഇതൊക്കെ ഇട്ട് അതിനകത്ത് ഇപ്പം കിടക്കാനൊക്കാത്തൊരു കണ്ടീഷനാണ്. എല്ലാ റൂമുകളും ചോർന്ന് ഇരിക്കുക. കുടുംബങ്ങൾ രാത്രികളിൽ ഉറങ്ങാൻ പോലും ഇടമില്ലാതെ ഭീതിയോടെ കഴിയുന്നു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇവിടുത്തെ കുട്ടികളുടെ പഠനം ഇരുട്ടിലാണ്. ആധാറില്ല, അതേ ഉള്ളു. ആധാറിന് അപേക്ഷിച്ചാലും എത്ര അപേക്ഷിച്ചാലും കിട്ടത്തില്ല. ആധാർ അമ്മ മരിച്ചു, രണ്ടുപേരുണ്ട്, രണ്ടമ്മ മരിച്ചു. അച്ഛൻ മാത്രമേ ഉള്ളൂ. ആ അച്ഛൻ ജോലിക്ക് പോന്നു. അവക്കും
ഓരോ കാര്യങ്ങളൊക്കെ ഇനി മേളി പഠിക്കാൻ പോകുമ്പോ ഓരോ കാര്യങ്ങളും പൈസയൊക്കെ കൊടുക്കേണ്ടത്. ഇപ്പൊ തന്നെ പൈസ 500 വെച്ചോ കൊടുക്കണമെന്ന് പറയുന്നിട്ട് പുസ്തകത്തിന് ബുക്കിനൊക്കെ. അങ്ങനെ അച്ഛനോട് വിളിച്ചു പറഞ്ഞ അച്ഛൻ 1000 രൂപ ഇട്ട്. അങ്ങനെ അതുകൊണ്ട് അവള് പോയെ സ്കൂളിൽ. വീണ്ടും പൈസ വെച്ചാൽ അവള് പഠിക്കുന്നില്ലെന്ന് അവള് പറയുന്നത്. വീടുകളിൽ വൈദ്യുതി ഇല്ലാതെ പ്രതിസന്ധി നിലനിൽക്കുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് KSEB ഉദ്യോഗസ്ഥരെത്തി മീറ്ററുകൾ വരെ അഴിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു. പണിക്ക് അപ്പോൾ മാസം ഇത് ശമ്പളം കിട്ടത്തില്ല ചില മാസങ്ങളിൽ. അപ്പം അങ്ങനെ ആയപ്പോൾ ഒരു മാസം എങ്ങാണ്ട് ഇത് അടയ്ക്കാതെ മുടങ്ങി. അതിൻ്റെ പേര് ഇത് മീറ്റർ ഊരിക്കൊണ്ട് പോയതാ. ഇതുവരെ തിരിച്ചു കൊണ്ടുവച്ചില്ല. അത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചായിരുന്നു. അവരത് ഇതൊക്കെ പറയുന്നു. കറണ്ടില്ല നിൽക്കും. മണ്ണെണ്ണയൊന്നുമില്ല. പിന്നെ വെട്ടത്തിന് വെട്ടത്തിന് എന്താ ടോർച്ച് ഒന്നുമില്ല, മെഴുകുതിരിയോ ലൈറ്റോ ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ ലൈറ്റ്. ഇത്തരം ദുരിതങ്ങൾക്ക് പുറമെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണ്. ഊരുകളിൽ ചെയ്യുന്ന കൃഷികളെല്ലാം കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിക്കുന്നു. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കാറുമില്ല. എന്റെ കോലഞ്ചിയെല്ലാം തിന്നു. വലിയ തെങ്ങിന് ഒരു ഇടിയും ഇടിച്ചു. ഇങ്ങാക്കരയിലുള്ള കൊച്ചു തെങ്ങിന്റെ ഒരു ഓല ഒടിച്ചു. അപ്പൊ ഇനി മനുഷ്യനെ കൊന്നാ പിന്നെയാണ് ഇതിനകത്ത് ഇട്ടതരുന്നത്. കൊന്നിട്ടാണെങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. മോനം കണ്ട ശ്രീരാജുവിനോട് പറഞ്ഞു. ശ്രീരാജു വന്ന് നോക്കി എന്നുള്ള അറിവുണ്ട്. കോലിഞ്ചിയുണ്ട്, തെങ്ങും തൈയുണ്ട്, 10-15 തെങ്ങും തൈ നിപ്പുണ്ട്. അതെല്ലാം കൂടെ ഒരു മൂടിൻ്റെ ഒരു ഓല മതിലിൻ്റെ അക്കരെ നിന്നു പിടിച്ച് ഒടിച്ചു. കിടങ്ങില്ല. 3 ഇടത്ത് ആന ഇറങ്ങുന്നത്, സ്ഥിരം ഇറങ്ങുന്നതാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അവിടെ, വേറെ ആരുമേ ഇല്ല. എൻ്റെ മൂപ്പിലാന് മരിച്ചിട്ട് 5.5 മാസം ആവുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു തടയാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, അച്ചൻകോവിൽ. തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതിൽ പ്രതിഷേധം. കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. മിഴി തുറക്കാത്ത വിളക്കുകൾ, ഇരുട്ടിലായ തെരുവുകൾ, ആട്ടുകല്ലിന് കാറ്റുപിടിച്ചതുപോലെയുള്ള LDF ഭരണ നേതൃത്വം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഗ്രാമപഞ്ചായത്തിലെ തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതിനെ തുടർന്ന് പന്തം കൊളുത്തിയാണ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF പാർലമെന്ററി പാർട്ടി മുൻ ചെയർമാൻ ഗോകുലം അനിൽ ഉദ്ഘാടനം ചെയ്തു. അത് താലൂക്ക് തലത്തിൽ എന്നുള്ളതല്ല, സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി മുതൽ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എല്ലാവർക്കും ഒരു അജണ്ട മാത്രമാണുള്ളത്. അവർ ഇതേപോലെയാണ് കേരളത്തിലെ അടുത്ത 3ാമതും പിണറായി ഗവൺമെന്റ് വരുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് PSC പോലും സ്വകാര്യവൽക്കരിച്ചത്. കാരണം PSCയില് എഴുതി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പോലീസിലായാലും ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും PSCയെ പ്രൈവറ്റ്വൽക്കരിച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ആളുകളെ തിരികെ കയറ്റുന്ന ഒരു സംവിധാനം കേരള സംസ്ഥാനത്ത് മുഴുവനായി നടപ്പാക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 4-1 35 സീറ്റ് കൊണ്ട് LDF തൃപ്തിപ്പെടേണ്ടി വന്നത്. തുണ്ടിൽ നൌഷാദ്, അനിൽ പനപ്പെട്ടി, തസ്നി, നബീസത്ത, റിയാസ് പനപ്പെട്ടി, നിസാർ പള്ളിശ്ശേരിക്കൽ, സൈറസ് പോൾ, സ്റ്റാലിൻ എന്നിവർ പങ്കെടുത്തു. ഈ തെരുവിളപ്പ് മെയിൻ്റെനൻസ് നടത്തുന്ന വ്യക്തികളുടെ കോൺട്രാക്ട് കാലാവധി അവസാനിക്കുകയും മാർച്ച് 30-ന് ശേഷം ഈ 3 മാസമായണക്കെ അതിന് നടപടി സ്വീകരിക്കാതെ 3 മാസക്കാലമായി ഈ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളെ ഇരുട്ടിലാക്കി LDFന്റെ ഭരണ നേതൃത്വം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തുന്നത്. ഈ സമരം ഒരു സൂചനാ സമരമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലത്ത് വൻ ലഹരിവേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22.48 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. അയത്തിൽ സ്വദേശികളാണ് അറസ്റ്റിലായത്. CPIM-നെതിരെ രൂക്ഷ വിമർശനവുമായി G സുധാകരൻ. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ ഉപയോഗിച്ചാണ് CPIM അംഗത്വം വലുതാക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് ഉണ്ടാവുകയെന്നും നേതൃത്വം ഉൾപ്പെടെ ഇത്തരത്തിലുള്ളവരാണെന്നും G സുധാകരൻ.
മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന് തിരിതെളിഞ്ഞു. 12 വരെയാണ് ഫെസ്റ്റ്. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും കഥകളി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.